ശ്യാം, യെസ്, അനദർ ഡേ വേറൊരു ബുക്ക്. അതെ അതെ. ഇന്നത്തെ ബുക്ക് ഹെഡിങ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കും, ഒരു ഹിസ്റ്ററി ബുക്കാണെന്ന് ചിന്തിച്ചു. യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള പുസ്തകമാണ് ദി വാർ ഓഫ് ആർട്ട്. അതെ, സ്റ്റീവൻ പ്രസ്ഫീൽഡിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ്. എനിക്കൊന്ന് സാധാരണ യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ ഏത് യുദ്ധത്തിലും ഏറ്റവും വലിയ യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള യുദ്ധമാണ്. അതുകൊണ്ടാണ് തോന്നുന്നു പുള്ളി ഈ ബുക്കിന് അങ്ങനത്തെ ഒരു പേരിട്ടത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓരോ കടന്നു പോകുന്ന ഓരോ യുദ്ധങ്ങളെക്കുറിച്ചും അതിനെ എങ്ങനെ മറികടക്കാം, എങ്ങനെ നമുക്ക് സമാധാനം, പീസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ ഒരു സമറി എന്ന് പറയുന്നത്. സോ ശ്യാം, നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെയാണ് ഈ ബുക്കിലേക്ക് എത്തിച്ചേർന്നത്, എന്താണ് ഈ ഒരു ബുക്ക് ശ്യാമിന് നൽകിയത്? എക്സാമ്പിൾ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ താഴെ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഒത്തിരി കമൻസ് കേൾക്കണില്ലേ, അതായത് അവർക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു, എന്നാൽ മുന്നോട്ട് പോകുന്നില്ല, മൊത്തം കുഴഞ്ഞു മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, എന്നാൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴമൊഴി പോലെ തന്നെ. അപ്പോൾ ദ വാർ ഓഫ് ആർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കലാകാരൻ എങ്ങനെയാണ് ഒരു കലാസൃഷ്ടി ഉണ്ടാക്കണത് എന്നുള്ളതിന് ഒരു ജേണി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ബിഹൈൻഡ് നമ്മളെ കാണുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട്, മെൻ്റൽ ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഉള്ള പോലെയാണ് ഈ പുസ്തകം ഞാനത് കണ്ടുപിടിക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഒരു യുദ്ധത്തെ പറ്റിയിട്ടുള്ളൊരു പുസ്തകമാണെന്നുള്ളത്. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു പെർഫെക്റ്റ് ടൈം നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കംസ്റ്റൻസസ് അല്ല നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കും. നമ്മളെപ്പോഴും നമുക്കൊരു 100 എക്സ്ക്യൂസസ് ഉണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കാനായിട്ട്. എത്ര നിർബന്ധിച്ച് നമുക്ക് എത്ര അത്യാവശ്യമുള്ള കാര്യമാണെങ്കിലും എക്സ്ക്യൂസസ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയേണ്ട ഒരു പുസ്തകമാണിത്. പ്യൂർലി പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയില്ലേ, അതാണ് ഇതിൻ്റെ ഒരു വില്ലൻ, മെയിൻ വേർഡ് തന്നെ. ഈ ബുക്കിനെ കൊണ്ട് നടക്കുന്ന വേർഡ് തന്നെ. അതെ അതെ അതെ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് ജേണിയിലും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്കൊരു സ്പീക്കർ ആവണമെന്നൊരു 10, 26, 27 വർഷത്തോളമുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളെ പേടിയായിരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുറേ ഇൻസെക്യൂരിറ്റീസ് നമ്മളെങ്ങനെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണ ഒരു പ്രോസസ്സിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ളൊരു പുസ്തകമാണ്. ഇറ്റ്സ് 100% ലൈഫ് ചേഞ്ചിങ് ആണ്. കാരണം നമ്മൾ വിചാരിക്കേണ്ടതിൻ്റെ അപ്പുറത്തേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇലാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഇത്രത്തോളം നമ്മുടെ ജീവിതത്തിന് അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ. നമ്മൾ റെസിസ്റ്റൻസ് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളോർക്കും ഒന്നുമില്ല അല്ലെ, എന്ത് ചുമ്മാ റെസിസ്റ്റൻസ് അല്ലേ ഉള്ളൂ എന്ന് നോക്കും. അതെ അതെ അതെ. വായി എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഹെഡിങ് കൊടുക്കാൻ കാരണം? ഇപ്പോൾ ഒരു വാർ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ശ്യാം പറഞ്ഞ പോലെ തന്നെ ആ ഉള്ളിൽ നടക്കുന്ന ഒരു കലാകാരൻ നമ്മളൊരു കലാകാരനാണെങ്കിൽ നമ്മളുടെ ഒരു കലാസൃഷ്ടിയാണ് ജീവിതം. അതിനെ കൊണ്ട് നടക്കാനും അതിനെ സൃഷ്ടിക്കാനും ശ്രമിക്കുമ്പോൾ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അതെ അതെ, അത് ഇങ്ങനെ പറയാനല്ലേ ചെയ്യും. ഇപ്പോൾ സ്റ്റീവൻ പ്രസ്ഫീൽഡ് അതിനെപ്പറ്റി പറയണത് നമുക്ക് 2 ജീവിതമുണ്ട്. ഈ ഒറ്റ ലൈനാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ട് ഒരു രീതിയിൽ. നമുക്ക് 2 ജീവിതമുണ്ട്. ഒന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം, രണ്ടാമത്തേത് നമുക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന ജീവിതം. അതായത് ഈ 2 ജീവിതത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാതിരിക്കണം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പുള്ളിക്കാരനുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കാത്തത്. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കാൻ അർഹതയുള്ള ആ 2ാമത്തെ ജീവിതത്തിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരാളാണ് റെസിസ്റ്റൻസ്. ഇദ്ദേഹം പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു ഈ റെസിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നടന്നിട്ടുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ള, അതായത് മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളുടെയും കാരണം റെസിസ്റ്റൻസ് ആണ്. പുള്ളി സ്റ്റാർട്ട് ചെയ്യണത് ഒരു സ്റ്റോറിയില്ല. അപ്പോൾ ഹിറ്റ്ലർ ഒരു കലാകാരനാവണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം 2ാം ലോക മഹായുദ്ധം തുടങ്ങി. പല പുസ്തകങ്ങളും പറയുന്നത് ഹിറ്റ്ലർ ചെറുപ്പകാലത്ത് പടം വരയ്ക്കാൻ ആഗ്രഹമുള്ള ആളായിരുന്നു. പക്ഷേ അത് ചെയ്യാൻ അദ്ദേഹത്തിനൊരു മടിയുണ്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പുഷ് അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് അതിലേക്ക് കൂടിയത് കൊണ്ടാണ് അദ്ദേഹം എളുപ്പത്തിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളായിട്ടുള്ള ഈ ലോക യുദ്ധങ്ങളിലും ഇത്തരം കാര്യങ്ങളിലെല്ലാം കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് റെസിസ്റ്റൻസ്. ഇപ്പം മനുഷ്യനെ കൊണ്ട് ക്രൂരത ചെയ്യിക്കണത് അല്ലെങ്കിൽ നമ്മുടെ ജയിലുകൾ നിറയണതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ റെസിസ്റ്റൻസ് വലുതായതുകൊണ്ടാണ്. അപ്പം അവന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലാത്തത് കൊണ്ടാണ് അവൻ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്. യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. പിന്നെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം റെസിസ്റ്റൻസ് ആണെന്നാണ് സ്റ്റീവൻ പ്രസ്ഫീൽഡ് പറയുന്നത്. ഓക്കെ, ഇപ്പം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഹിറ്റ്ലറിൻ്റെ സ്റ്റോറി തന്നെയാണെങ്കിൽ പോലും നമുക്ക് ചെയ്യണം
പക്ഷേ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പുറകോട്ട് വലിക്കുന്ന ആ ശക്തി, അതിനാണ് റെസിസ്റ്റൻസ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ? അത് ഇപ്പോൾ റെസിസ്റ്റൻസ് പല രീതിയിൽ, റെസിസ്റ്റൻസ് ഒരു അതിൻ്റെ സിംറ്റംസ് ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ നമുക്ക് പേടിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തണമായിരിക്കും, ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണത് നാളേക്ക് മാറ്റി വെട്ടിക്കണമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇപ്പോഴത്തെ വെരി കോമൺ ട്രെൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രോളിംഗ് ഒരു റെസിസ്റ്റൻസാണ്. കാരണം അവർ അതിനെ മാനേജ് ചെയ്യണത് അങ്ങനെയാണ്. അതിൻ്റെ സിംറ്റമായിട്ട് അവർക്ക് കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈസി വേ ആണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പേടി തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുമ്പോൾ നമുക്ക് നമ്മളതിനെ പുറകിലോട്ട് വലിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മളെ ഈസിയിലേക്ക് നമ്മളെ ആ ഒരു പുഷ് ചെയ്ത്. ഇപ്പോൾ നമ്മൾ ഓട്ടത്തിൻ്റെ ഒക്കെ കാര്യം എപ്പോഴും പറയാറുള്ള പോലെ ഓരോ 100 മീറ്റർ കിടക്കുമ്പോഴും നമ്മളെ പുറകിലോട്ട് നിൽക്കണം അവിടെ എന്ന് പറയാൻ ഒരു ശക്തിയുണ്ട്, ഉറപ്പാടുണ്ട്. അപ്പോൾ അതിനെ ഭയങ്കര രസകരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തേക്കണത്. ഇപ്പം നമ്മൾ ഇദ്ദേഹം പറയണത് നമുക്ക് ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ മാത്രമേ കാണാൻ പറ്റാത്തുള്ളൂ, നമുക്ക് ബാക്കി എല്ലാ ആൾക്കാരിലും അത് കാണാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഭാര്യമാരിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ബോസിൽ കാണാം, അയാൾക്കത് ഇഷ്ടമല്ല, അയാൾക്ക് ചെയ്യാൻ മടിയാണെന്ന്, പക്ഷെ നമുക്ക് കാണില്ല. ഇത് ഉറക്കത്തിലും ഉള്ള സാധനമാണെന്ന് പറഞ്ഞത്. ഇത് ഈ റെസിസ്റ്റൻസ് ഒരിക്കലും ഉറങ്ങുക പോലും ഇല്ല, കാരണം ഉറക്കത്തിൽ പോലും നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മളെ പുറകിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്കും. ഒപ്പം തന്നെ ഇതൊരു നാച്ചുറൽ ഫോഴ്സ് പോലെയാണ്. അപ്പം നമ്മൾ അതിനെ കോമ്പീറ്റ് ചെയ്ത് നമുക്ക് വിജയിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഒരു ഇന്ധനം എന്ന് പറയുന്നത് പേടിയാണ്. അതായത് നമുക്ക് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കാതെ നമ്മളൊക്കെ ഒരു പേടിയാണുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ക്രിറ്റിസിസത്തിൻ്റെ പേടിയായിരിക്കാം, മറ്റുള്ള ആൾക്കാരുടെ പേടിയായിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ പേടിയായിരിക്കാം. അപ്പോൾ ഓവറോൾ ലോകത്തിലെ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമായിട്ട് ഈ എഴുത്തുകാരൻ കണ്ടുപിടിച്ചേക്കുന്ന സാധനമാണ് നമ്മുടെ ആ ഒരു മെൻ്റൽ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഓടുന്ന തന്നെ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഓടാൻ തുടങ്ങും, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഓടണം എന്നുള്ളതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം നമുക്ക് നമ്മളോട് തോന്നും എനിക്ക് ലിജിൻ നമ്മൾ ആദ്യത്തെ ഒരു 10 കിലോമീറ്റർ ഓടിയപ്പോൾ ലിജിൻ എന്നെ കോച്ച് ചെയ്ത സമയത്ത് ലിജിൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമുക്ക് വേദന താഴെ നിന്ന് വേദന തുടങ്ങും, കാലിൻ്റെ പത്തിയിലും തുടങ്ങും, മുകളിലേക്ക് തുടങ്ങും, മുട്ടിൽ കയറും, നട്ടലിൽ വരും, എല്ലാത്തിനും കടന്നാലും നമുക്ക് ആ 10 കിലോമീറ്റർ എത്തിക്കാൻ പറ്റും. അത് സത്യമാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഓടി തുടങ്ങുമ്പോൾ തൊട്ട് ബാറ്റിലാ എവിടെയാണ് അടുത്ത, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാലിൻ്റെ പാദം വേദന തുടങ്ങി, അയ്യോ മുട്ടിൽ വേദന, മസിൽ വേദന, അരക്കെട്ടിൽ വേദന, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവസാനം എല്ലാ വേദനയും കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോയത് പിന്നെ നമ്മൾ ഓട്ടോ പൈലറ്റ് സ്റ്റേജിലേക്കാണ്. എനിക്കൊന്നും അതാണ് നമ്മളെല്ലാവരും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയും അല്ലേ. നമുക്ക് ഈ റെസിസ്റ്റൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണല്ലോ ഏറ്റവും. ഇപ്പം നമുക്കൊരു പ്രശ്നമുണ്ട്, ഇപ്പം ഈ റെസിസ്റ്റൻസ് എന്ന് സ്റ്റീവൻ വിളിക്കുന്നെങ്കിലും ദർ ഇസ് അതർ വേർഡ്സ് ടു ഇറ്റ് ആസ് വെൽ. ഈ റെസിസ്റ്റൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാനാണ് ഈ ബുക്കിനകത്ത് പറയുന്നത്? ഇത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു റെസിസ്റ്റൻസ് ആണല്ലോ. നമ്മുടെ ഏറ്റവും വലിയ ടീച്ചർ എപ്പോഴും നമ്മുടെ എനിമി ആയിരിക്കും. അപ്പോൾ ഈ ശത്രുവിനെ പറ്റി പഠിക്കുക, അതായത് റെസിസ്റ്റൻസിനെ പറ്റി പഠിക്കുക, എന്താണ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യണത്. അതായത് നമ്മൾ കാണുന്ന സിംറ്റംസിൽ അല്ലാണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം, അതിന് നമ്മൾ അനലൈസ് ചെയ്യാം, മോണിറ്റർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ആ എനിമീനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ എനിമീനെ, അതായത് നമുക്കൊരു ഇപ്പോൾ ശത്രുവിൻ്റെ കരുത്താണല്ലോ നമ്മൾ അറിയേണ്ടത് ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ. അപ്പോൾ അവിടെ തുടങ്ങാനാണ് പറയണത്. അപ്പോൾ അത് വളരെ രസകരമായിട്ടാണ് പറയണത്. അതായത് ഒന്ന്, നമ്മൾ 2 രീതിയിലാണ് നമ്മൾ ഇന്ന് ജോലികൾ ചെയ്യണത്. ഒന്ന് അമച്ചർ ജോലികളും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ജോലികളും. പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ലൈക്ക് ഡോക്ടർ അല്ലെങ്കിൽ ഒരു വെൽ നോൺ ആർട്ടിസ്റ്റിൻ്റെ പോലെയാണ്. ദേ നെവർ സ്റ്റോപ്പ്. അവർക്ക് സ്കില്ലുണ്ട്, അവർക്ക് നോളജ് ഉണ്ട്, അവർക്ക് ആ ശത്രുവിനെ പറ്റിയിട്ട് അറിയാം, അവർക്ക് പ്രശ്നങ്ങളെ പറ്റിയിട്ട് അറിയാം. അവർക്ക് പ്രശ്നങ്ങളെ പറ്റി ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു അസുഖം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു മരുന്ന് തരാൻ അറിയാം. അന്നേരം നമ്മളൊരു അമച്ചറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരതിനെ പറ്റിയിട്ട് അത്രയ്ക്ക് വലിയ അറിവൊന്നുമില്ല, അവർക്ക് മടുപ്പ് തോന്നി അവർ നിർത്തിപ്പോകും. അപ്പോൾ അമച്ചർ സ്റ്റൈലല്ല, നമ്മൾ പ്രൊഫഷണലി റെസിസ്റ്റൻസിനെ മാനേജ് ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് ധൈര്യമുണ്ട്, പേഷ്യൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു പ്രൊഫഷണൽസ് ഒരിക്കലും അവരുടെ ജോലിയിൽ മടുപ്പ് കാണിക്കില്ല. അവർക്ക് മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ വേണ്ട, അവർക്ക് സെൽഫ് വാലിഡേഷൻ ആണ് അവരുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഹാബിറ്റ് എന്നൊക്കെ പറയുന്നതും ഇതിൻ്റെ ഒരു അപ്പർ സൈഡ് ആണ്. നമുക്ക് ഹാബിറ്റിലേക്ക് എത്താനും നമുക്ക് ഇതിനെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ പല ഡിഫിനിഷൻസ്
റെസിസ്റ്റൻസ് ആണോ മൈൻഡ് സെറ്റിനുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഒരു രീതിയിൽ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെയൊക്കെ അപ്പുറം കാണുന്നൊരു സാധനമാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഈ റെസിസ്റ്റൻസ് ഈ ഹാബിറ്റിലേക്ക് എത്താന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്, മറ്റേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആ റെസിസ്റ്റൻസിനെ നമ്മൾ കോമ്പാക്ട് ചെയ്യണല്ലോ, നമ്മൾ ഇങ്ങനെ ചെല്ലും ഇടിച്ച് തിരിച്ചു വരും എന്ന് പറഞ്ഞ പോലെ ഞാനും ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പം നമ്മൾ ഇപ്പോൾ ഈ പല കാര്യങ്ങളും ഇപ്പോൾ ബുക്ക് വായിക്കാനാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എല്ലാത്തിലും നമുക്ക് ആ ഇരിക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ചിന്ത വരും, നമ്മൾ എഴുന്നേറ്റ് പോകും, അതിൻ്റെ നമുക്ക് തിരിച്ചു വരും, അത് വേറെ എന്തെങ്കിലും വരും, തിരിച്ചു പോകും. മനസ്സിന് അത് വേണ്ട, ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ഓർക്കുമ്പോൾ മനസ്സ് നമ്മൾ പറയും വേറെ വല്ല ചെയ്യാം, വേറെ വല്ല ചെയ്യാം, വിച്ച് ഈസ് റെസിസ്റ്റൻസ് ഐ ബിലീവ്. അപ്പം അതിനെ കോമ്പാക്ട് ചെയ്യാന്ന് ഞാൻ ആദ്യം കണ്ടുപിടിച്ച, ഇപ്പം ഈ ശ്യാം പറഞ്ഞ പോലെ തന്നെ ഞാനും ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് കുറേ വ്യത്യാസം വന്നു. പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അതിനെ കോമ്പീറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഞാൻ ബുദ്ധിമുട്ടിയത് അതാണ്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റീഫൻ്റെ ഒരു രീതിയിൽ പ്രസിഡന്റ് എങ്ങനെയാണ് അത് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇപ്പോൾ ലിജിൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ലിജിന് ഒരു മേ ബി പുസ്തകം വായിക്കണതിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്തു എന്നുള്ളത്. പക്ഷേ ലിജിൻ പ്രാക്ടിക്കലി അതിനെങ്ങനെയാണ് ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി പ്രാക്ടിക്കലി നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഏറ്റവും ഫസ്റ്റ് ബുക്ക് റീഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 year ഒക്കെ ആയല്ലോ ഞാനൊരു ബുക്ക് ശരിക്കും വായിക്കാൻ തുടങ്ങിയിട്ട് 2 years ആയിട്ടുണ്ടാവും. അപ്പം ആദ്യം ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കുറച്ച് ഇത് വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറെ എന്തെങ്കിലും ചിന്തകൾ വരും. അപ്പം എനിക്ക് നമുക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് തോന്നും, പക്ഷേ ഞാൻ ബുക്ക് വായിക്കായിരുന്നിട്ട് എൻ്റെ മനസ്സ് വേറെ എവിടെയെങ്കിലും പോകാണല്ലോ എന്നുള്ളത്, ഇന്നിപ്പം റൈറ്റ് ടൈം അല്ല നോക്കി ഞാൻ ബുക്ക് വായിക്കും, പിന്നെ രാവിലെ ആക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആക്കും. ഐ വാസ് ട്രൈങ് ടു ഫൈൻഡ് എ ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ ഞാൻ ഈ ഒരു ചിന്ത ഓക്കെ എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് എൻ്റെ മൈൻഡിൽ ചിലപ്പോൾ കോൺസെൻട്രേറ്റ് എനിക്ക് ഫോക്കസ് ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ്സ് ഹാർഡ് അല്ലെ ഫോക്കസ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മനസ്സിനത് വേണ്ട, അതുകൊണ്ടാണ് ട്രൈ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എൻ്റെ മനസ്സ് പാളി പോകുമ്പോഴും ഞാൻ ചോദിച്ചു ഓക്കെ ദാറ്റ്സ് ഓക്കെ. ഇപ്പം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ ആദ്യം മെഡിറ്റേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം. മനസ്സ് പാളി പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോൾ ഡയറ്റ് ചെയ്യുമ്പോഴും തന്നെയാണ് മനസ്സ് വെച്ചാൽ ഒരു പ്രാവശ്യം മറ്റേ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി തീർന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബുക്ക് വായിക്കായിരുന്നു, മനസ്സ് പാളിപ്പോവും. ഓക്കെ ഞാൻ ഐ വിൽ കം ബാക്ക് ടു ഇറ്റ്. അതിൻ്റെ സമയം കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പം എനിക്കൊരു അരമണിക്കൂറൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20-40 minutes ഒക്കെ ഇരുന്ന് വായിക്കാം, കുഴപ്പമില്ല. നമ്മൾ മനസ്സ് പാളിപ്പോയാലും നമുക്ക് ഐ ക്യാൻ ബ്രിങ് ഇറ്റ് ബാക്ക്. അപ്പം ആ റെസിസ്റ്റൻസിനെ ആ മനസ്സ് പാളിപ്പോകുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാൻ അതിനിങ്ങനെ തള്ളി അകത്ത് മാറ്റി കൊണ്ടുപോയി എന്നാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഇപ്പോൾ ലിജിൻ ആദ്യം അതിനെ ഒരു കാഷ്വലി അപ്രോച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു അമച്ചർ സ്റ്റൈലിൽ അപ്രോച്ച് ചെയ്തു. യു ട്രൈ ടു മേക്ക് ഇറ്റ് ലിറ്റിൽ ബിറ്റ് മോർ പ്രൊഫഷണൽ. അല്ലെങ്കിൽ ലിജിൻ ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഞാൻ 20 minute ഇരിക്കും. ഇപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ജോലികൾക്ക് അങ്ങനെയാണല്ലോ, അപ്പോൾ അതിനൊരു രീതിയുണ്ട്, ഒരു സമയമുണ്ട്, നമുക്ക് തോന്നുന്ന പോലെ കയറി ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ ലിജിൻ അന്നോയിങ്ലി അതങ്ങനെ ചെയ്തു. ഇപ്പോൾ ലിജിൻ അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ലിജിൻ അതിനെപ്പറ്റി ആദ്യം അനലൈസ് ചെയ്ത് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എനിക്ക് അതിനെ ഓവർകം ചെയ്യണമെന്ന് ലിജിൻ അറിയാം. അപ്പോൾ ലിജിൻ അതിനൊരു പ്രൊഫഷണൽ ഫോമാറ്റ് ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് 20 minute ഞാൻ വായിക്കുകയാണ്, എൻ്റെ മൈൻഡിന് വിടില്ല. ഇപ്പോൾ ലിജിൻ ഒരു ജോലി സ്ഥലത്തുള്ള ഒരു IT പ്രൊഫഷണൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ലിജിൻ ഒരു ഡോക്ടർ ആണെങ്കിൽ, ലിജിൻ അവിടെ ജോലി സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു അത് പറഞ്ഞു ഇതൊരു പ്രൊഫഷണലായിട്ട് കാണുക. ഞാൻ പോകില്ല എന്ന് തന്നെ തീരുമാനിച്ചാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ ഫോൺ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ ലിജിൻ ജോലി സ്ഥലത്ത് ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കാത്ത ജോലിയാണെങ്കിൽ യു ആർ നോട്ട് അലൗഡ് ടു യൂസ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ റെസിസ്റ്റൻസിനെ പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യാനാണ് പറയുന്നത്. എനിക്ക് ആ ഒരു കൺസെപ്റ്റ് നല്ലൊരു കൺസെപ്റ്റ് അല്ലേ, അതല്ലേ ഭയങ്കര രസമല്ലേ. ഇപ്പോൾ നമ്മൾ റാദർ ദാൻ കാഷ്വലി ഓക്കെ ഇന്ന് വേണ്ട നാളെ പോവാം അല്ലെങ്കിൽ മറ്റെന്തോ, നമ്മളൊരു ജോലിയിലുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കില്ല. ഇപ്പം ലിജിൻ വിത്തൗട്ട് ഒരു പ്രോപ്പർ പെർമിഷൻ ഇല്ലാണ്ട് ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുക്കില്ല. അതേപോലെ ഇതിൻ്റെ മാനേജ് നമ്മൾ അന്നോയിങ്ങിൽ ചെയ്യണത്. പക്ഷേ വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരിക്കൽ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽസ് ഒന്നും ഭൂമിയിൽ ഉണ്ടാവില്ല. കാരണം അവർക്ക് അവരുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ആ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് കിടക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ പുകയില, മദ്യപാനം, അതുപോലെയുള്ള എല്ലാ അങ്ങനത്തെ ഡ്രഗ്സ് കമ്പനികളെല്ലാം പൂട്ടിപ്പോയാനെ. നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ അതിലേക്ക് അഡിക്റ്റഡ് ആയി പോണത്. ഫോൺ പോലെയുള്ള സ്ക്രോളിംഗ് പോലെയുള്ള ഇപ്പം നമ്മൾ ഇന്ന് നേരിടുന്ന ഒരു വിപത്തുകളും ഉണ്ടാവില്ല. കാരണം നമ്മുടെ പ്രശ്നങ്ങളെക്കാളും നമ്മുടെ റെസിസ്റ്റൻസ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളിൽ നിന്ന് മനുഷ്യന് അതിൽ നിന്ന് തിരിച്ച് നമ്മൾ ഈ പ്രശ്നത്തിനേക്കാളും നമുക്കൊരു റെസിസ്റ്റൻസിന്
പക്ക കോമ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ മത്സരിച്ച് തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ വലുതാവും. ഇപ്പോൾ ഇൻഡസ്ട്രി വലുതാവും, അല്ലെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വലുതായിക്കൊണ്ടിരിക്കും. നമ്മുടെ ലൈഫ് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ ലൈഫ് ഓരോ ദിവസം ബുദ്ധിമുട്ടായി. കാരണം നമുക്ക് അസുഖങ്ങൾ കൂടി വരുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരാൾ 8 മാസമാണ് ആ ഫോണിനോട് മാത്രം അഡിക്റ്റഡ് ആയിട്ട് ബെഡിൽ കിടന്നത്. 8 മാസം. ഐ കുഡന്റ് ബിലീവ് ഇറ്റ്. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വേറെ ഒന്നും വേണ്ട. കാരണം പുള്ളിക്ക് അതിനോട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ ത്വരേനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അസുഖങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, ജോലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ മനുഷ്യന് അർഹിക്കണ ഭാഗ്യങ്ങളെല്ലാം നേടാണ്ട് പോണതിന്റെ കാരണം റെസിസ്റ്റൻസ് ആണെന്നാണ് എനിക്ക്. അപ്പോൾ അതിനെ പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും എനിക്കൊന്ന് ആ ഒരു രീതി ചിന്തിക്കുമ്പോഴത്തേക്കും ഞാനിപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യമാണ്, സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ ഒരു പേഴ്സണലി എടുത്ത് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ഇമോഷണലായിട്ട് ചിന്തിക്കാതെ സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും എല്ലാത്തിനും എവറി പ്രോബ്ലം ഹാസ് എന്താ പറയുക, ദർ ഇസ് എ റീസൺ. ഓരോ കാര്യത്തിനും അതിന് റീസൺ ഉണ്ട്. ആ റീസൺ കണ്ടുപിടിക്കുക, ആ റീസണെ ട്രീറ്റ് ചെയ്താൽ മതി. നമ്മളെപ്പോഴും ആ പ്രോബ്ലത്തിനെയാണ്, അതിൻ്റെ ഒരു സിംറ്റത്തിനെയാണ് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓരോ ഒരിക്കലും പോകത്തില്ല, കാരണം അണ്ടർലൈനിൽ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറയാനുള്ള ഇപ്പോൾ പേടി, ഇപ്പോൾ എനിക്ക് പേടിയാണ് എൻ്റെ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഞാൻ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് പേടി, എന്തിനാണ് എനിക്ക് പേടി, ദർ ഇസ് എ റീസൺ. അപ്പോൾ അതെല്ലാം റെസിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ലിജിൻ പറഞ്ഞാൽ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും ദർ ഇസ് എ മാജിക് ഇൻ ബിഗിനിങ്. ഇപ്പം നമ്മളൊരു കാര്യം തുടങ്ങണേൽ ഒരു മാജിക് ഉണ്ട്. അതിൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു മാജിക് ഓഫ് കണ്ടിന്യൂഷൻ. നമ്മൾ അതിന് തുടരണേലും ഉള്ള ഒരു മാജിക്, പിന്നെ അതൊരു ഓട്ടോ പൈലറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ഓടണ കഥ പറഞ്ഞ പോലെ തന്നെ, പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ പോയിക്കോളും. പിന്നെ നമുക്ക് അടുത്ത റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്താൽ മതി. അങ്ങനത്തെ നമ്മളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കണ 2-3 റെസിസ്റ്റൻസ് ഉണ്ടാവാം എന്ന് പറയണത്. അതിനെ തോൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് നമ്മുടെ കയ്യിലാണ്. നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ പറയാറില്ല, ഇപ്പം ലിജിൻ നമ്മളൊരു ജോലിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ വലിയൊരു ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പേടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. റിസ്ക് എടുക്കുമ്പോൾ ഒരു പേടി പോയി കഴിഞ്ഞാൽ, ഇപ്പം ലിജിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പൈസേനെ പറ്റിയിട്ട് ഒരു സമയത്ത് പേടി ഉണ്ടായിരുന്നു. ഇപ്പം അത് കാരണം അത് നമ്മൾ പട്ടം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമോ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ പേടി എന്ന് പറഞ്ഞ സാധനം തന്നെ, ഇപ്പം നമ്മൾ ആ റെസിസ്റ്റൻസ് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മൾക്ക് നമ്മളെ നഷ്ടപ്പെടുമ്പോഴാണ്. അതെ. നമുക്ക് എന്താ വേണ്ടത് നമ്മൾ അറിയാതിരിക്കുന്നുണ്ട്. സെൽഫ് വാലിഡേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ജയങ്ങളെയും നമ്മുടെ കുറവുകളെയും നമ്മുടെ ശക്തികളെയും നമ്മൾ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് അല്ലേ നമുക്ക് ആ ശക്തി നഷ്ടപ്പെടുന്നത്. അപ്പം അതിൻ്റെ അപ്പുറ സൈഡാണ് ഈഗോ. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവുക എന്നുള്ള ഇതിൽ ഈ രണ്ടും തമ്മിലുള്ള ഫൈറ്റാണ് കൂടുതലും ഇത് വരുന്നത്. അപ്പം ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഗോയിൽ നിന്ന് സെൽഫ് വാലിഡേഷനിലേക്ക് എത്തുക നമ്മൾ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് അങ്ങനെ എത്തിച്ചേരാൻ പറ്റുന്നത്? ഇപ്പോൾ ഈഗോ ആണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത്. അതായത് ഈഗോൻ്റെ ഒരു വലിയൊരു ഫോമാണ് ഈ നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഈ റെസിസ്റ്റൻസിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈഗോയിലിരിക്കുമ്പോൾ നമുക്ക് കംഫർട്ട് സോൺ വേണം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ റെക്കഗ്നീഷൻ വേണം, മറ്റുള്ള ആൾക്കാരുടെ വാലിഡേഷൻ വേണം. പക്ഷേ നമ്മൾ സെൽഫ് വാലിഡേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യണ കാര്യങ്ങൾക്ക് എൻ്റെ തന്നെ ശരി മതി. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിൻ്റെ ശരിയാണ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ്, പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന രൂപമാണ് അദ്ദേഹത്തിൻ്റെ ശരി. ഇപ്പോൾ അതിൽ വേറെ പുറമേ നിന്ന് വന്നിട്ട് ലിജിനെ കൺട്രോൾ ചെയ്ത് ഇതിങ്ങനെയല്ല. ഇപ്പോൾ പടം വരയ്ക്കേണ്ട ലിജിൻ ക്രിയേറ്റീവായിട്ട് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഒരു ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ എനിക്ക് ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ലിജിൻ അത് എടുക്കില്ല. ഒരു പ്രൊഫഷണൽ അത് എടുക്കില്ല. ഇപ്പോൾ പ്രൊഫഷണൽ അതിനെപ്പറ്റി അറിയണ ഒരാളാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ ഞാൻ ചെന്നിട്ട് ലിജിൻ അറിയാത്ത ഒരാൾ ചെന്നിട്ട് ഈ മരുന്നല്ല വേണ്ടത്, എനിക്ക് വേറെ മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് തരാൻ പറ്റില്ല. കാരണം അദ്ദേഹം പ്രൊഫഷണലാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ആ ഒരു അപ്രോച്ചിൽ കൂടെ ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെൽഫ് വാലിഡേഷനിൽ ആ സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റും. ഇപ്പോൾ കൂടുതലും അദ്ദേഹം പറയുന്നത് ഇപ്പോൾ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക് ജീവിതത്തിന്റെ ഭാഗ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ജീവിക്കണതിൽ ഒരു കോളിംഗ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യത്തിലേക്കാണ് നമ്മളിവിടെ ഭൂമിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു കോളിംഗ് ഉണ്ടാവും. ഉറപ്പായിട്ടും അതുവരെ നഷ്ടപ്പെടുന്നത് നമ്മൾ ജീവിതം ആസ്വദിക്കാണ്ടിരിക്കുന്നതും അതൊന്നും ഇല്ലാതിരിക്കുന്നതിന് കാരണം റെസിസ്റ്റൻസ് ആണ്. ഉറപ്പായിട്ടും അത് ശരിയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാണ്ടിരിക്കുന്നതാണ് പലതരം വായിച്ചു കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളിന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പുകൾ. സോ ഫസ്റ്റ് ഈസ് ടു ഐഡന്റിഫൈ എല്ലാ കാര്യങ്ങളെ പോലെ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ ഒരു ഗോൾ വെച്ചു, ആ ഗോളിലേക്ക് നിങ്ങൾ എത്തുന്നില്ല, എപ്പോഴും തിരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ വിട്ടുകളെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്ന് അതിനെ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ഇതാണ് എൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ കാരണത്തിനെ
സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കോമ്പാക്ട് ചെയ്യുക, അതിനെ സ്റ്റോപ്പ് ചെയ്ത് അതിനെ ഇനി അത് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നോക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് ചിന്തിക്കുക, ഇതെന്താണ് എനിക്ക് മീൻ ചെയ്യുന്നത്, ഇതുകൊണ്ടുള്ള ഉപയോഗം എനിക്കെന്താണ്, മറ്റുള്ളവർക്കല്ല എനിക്കെന്താണ്, ഇതാണോ എനിക്ക് വേണ്ടതെന്ന് ചിന്തിക്കുക. അങ്ങനെ ആ ഒരു വാലിഡേഷനും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഈസി ആയിട്ട് വരും. മറ്റുള്ളവരും അല്ല, നമ്മളാണ് ക്രിയേറ്റർ ഓഫ് അവർ ലൈഫ്. അപ്പോൾ നമ്മൾ ലിജിന്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലിജിന്റെ ബാറ്റിൽ ലിജിന്റെ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ മറ്റുള്ള ആൾക്കാരിൽ ഇത് കാണണമെന്നുള്ളൂ. ഇപ്പോൾ ഞാൻ കൂടെ കാണുന്ന ആൾക്കാരിൽ കണ്ടുപിടിക്കാമെന്നും എനിക്ക് എൻ്റെ ഉള്ളിൽ ഉള്ള ഈ സംഭവത്തിനെ കണ്ടുപിടിക്കാൻ പറ്റണില്ല എന്നും പറയുമ്പോൾ അതൊരു സത്യമായിട്ടും എനിക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഈ ഒരു പാത്ത് വേ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റു പുറത്തുള്ള ആ പ്രഷറുകളും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് മാക്സിമം എഫോർട്ട് ഇടാനും നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. അങ്ങനെ എത്തിച്ചേരുന്ന സ്റ്റേറ്റിനാണ് സ്റ്റീവൻ പ്രസ്ഫീൽഡിന്റെ പേരിൽ ടേണിംഗ് പ്രോ എന്ന സ്റ്റേറ്റ്. എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ഐഫോൺ പ്രോ, വിച്ച് ഇസ് റൈറ്റ് ടു അല്ലേ. നമ്മൾ ഐഫോണിന്റെ ഏറ്റവും അടിപൊളി പ്രോ മാക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റിൽ നിൽക്കുന്ന അവസ്ഥയാണ് പ്രോ. അപ്പോൾ ആ പ്രോ സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ എന്താ, വാട്ട് ഷുഡ് യു ഫീൽ? ആ ഒരു സ്റ്റേറ്റിലാണ് ശരിക്കും നമ്മൾ മനുഷ്യൻ നമ്മുടെ ഒരു ഫുള്ളി ഫോംഡ് ആവണത്. ഇപ്പോൾ ഇത് വാർ ഓഫ് ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു ക്രിയേറ്റിവിറ്റീനെ പറ്റിയിട്ടുള്ള ബേസ് ചെയ്തിട്ടാണ് പറയണത്. ഇപ്പോൾ മനുഷ്യൻ നമ്മളൊരു ഏറ്റവും ക്രിയേറ്റീവ് ആവുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ഏറ്റവും റെസിസ്റ്റൻസ് നമ്മുടെ മൈൻഡിൽ എവിടെയാണോ തോന്നുന്നത് ആ കാര്യമായിരിക്കും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. മനസ്സിലായി? ഇപ്പം ഏറ്റവും ഇപ്പം എനിക്ക് നാളെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണെന്നുള്ളത് ഏറ്റവും റെസിസ്റ്റൻസ് ഫീൽ ചെയ്യണമെങ്കിൽ, കാരണം ആ കാര്യമായിരിക്കും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പോൾ ഏറ്റവും വലിയ റെസിസ്റ്റൻസിന് ആദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് അതിനെ മാറ്റും. ഇപ്പം ചെറിയ റെസിസ്റ്റൻസ് നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ഇപ്പം നാളെ ലിജിന് ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ലിജിന് നാളെ ഒരു യൂട്യൂബ് ഒരു വീഡിയോ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നണം അതിലാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഓരോ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്പിരിച്വൽ വിന്നിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തിരി കൂടി ഒരു ആത്മീയമായിട്ട് നമുക്കൊരു ലൈഫിനെ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഒരു ക്രിയേറ്റീവായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പടം വരക്കാരൻ അല്ലെങ്കിൽ എഴുതുന്ന ആൾക്ക് ആ ഒരു എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോ സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പല രീതിയിലും പറയാം, പല രീതിയിൽ പറയണമല്ലോ. അപ്പോൾ ആ ഒരു ക്രിയേറ്റർ മൂഡിലേക്ക് എത്താൻ, ആ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാം. അപ്പോൾ അതുപോലെ ഇപ്പോൾ എല്ലാം നമ്മൾ ആറ്റോമിക് ഹാബിറ്റിലും പല ബുക്കുകളിലും പറഞ്ഞാൽ ഒന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമല്ലോ, അത് നമ്മൾ തിരിച്ചറിഞ്ഞ് എനിമീനെ തിരിച്ചറിഞ്ഞ് അതിനെ കോമ്പാറ്റ് ചെയ്യാനുള്ള ഒരു പാത്ത് വേ ഉണ്ടാക്കി പ്രൊഫഷണലി ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അതിനെ കണ്ടിന്യൂ ജസ്റ്റ് ഷോ അപ്പ്. നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം തന്നെ. എന്നിട്ട് അണ്ടിൽ ആ ഒരു സമയം എത്തണ വരെ, നമുക്കൊരു കംപ്ലീറ്റ് ഒരു സ്റ്റേറ്റ് എത്തണ വരെ അതിനെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ ആ പറഞ്ഞ ഒരു ഓട്ടോ പൈലറ്റ് അല്ലെങ്കിൽ ഒരു യു വിൽ ബി ആ ഒരു പ്രോ സ്റ്റേറ്റിലേക്ക് എത്തും. ഞാൻ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേണോ വേണ്ടോ ഇത് മനസ്സിലിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഐ വാസ് പുട്ടിങ് ഇറ്റ് ഓഫ്. ആ ഡിസിഷൻ എടുക്കാണ്ട് ഞാൻ 2 ദിവസമായിട്ട് എങ്ങനെ, ഞാൻ സാധാരണ ചെയ്യുന്നതല്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവധിക്ക് കുറച്ച് ദിവസമായിട്ട് നാട്ടിൽ പോകണം, അപ്പം നമ്മൾ ഒരു ദിവസം മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എന്നൊക്കെ ഉള്ള ചിന്തയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ഈ സംസാരത്തിനിടയ്ക്ക് ഞാനത് എൻ്റെ മനസ്സിൽ ഓക്കെ ഞാൻ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഐ ഹാവ് ടു ഡു ഇറ്റ്, ലൈക്ക് എനിക്ക് ആവശ്യമാണ്, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് അതിന് പോകുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഡിസിഷൻ എടുത്ത് മനസ്സിലായി. ഏറ്റവും കൂടുതൽ ലിജിനെ ചിന്തിപ്പിക്കേണ്ട കാര്യമായിരിക്കും ലിജിന് ഏറ്റവും അത്യാവശ്യമുള്ളത്. അപ്പോൾ അതാണ് ആ റെസിസ്റ്റൻസ് ഓരോ ദിവസവും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇപ്പം എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ഇതിപ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ആലോചിച്ചപ്പോൾ ഒരു കാര്യമുണ്ട്. ഞാനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ്സിൽ എനിക്ക് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഞാൻ 2 ദിവസമായിട്ട് എന്നെ പുറകിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്കറിയാം അതിനെ ഞാൻ അവരെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം ഞാനിപ്പോൾ ചെയ്യാൻ എന്നെ റെസിസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ ഒരു അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കൊരു ജീവിതം ആസ്വദിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആ തുടങ്ങിയിടത്ത് പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതവും നമ്മൾ സ്വപ്നം കാണുന്ന ജീവിതത്തിൻ്റെ ഇടയിലുള്ള ഒരു ബുദ്ധിമുട്ടാണല്ലോ റെസിസ്റ്റൻസ്. അതിനെ അങ്ങോട്ട് മാറ്റി കഴിച്ച് കഴിഞ്ഞാൽ സ്വപ്നത്തിൽ ജീവിക്കാമല്ലോ. ഇത് ഏറ്റവും പ്രത്യേകത എന്ന് പറയും, ഞാനത് ഫീൽ ചെയ്യാറില്ല പലപ്പോഴും. പക്ഷേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതൊരു ഇൻറ്റൻസ് കോൺവെർസേഷനാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കും ഞാൻ ആ പെട്ടെന്ന് കുറച്ച് വരികൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിളിച്ചു ഓക്കെ ഐ ആം ഡൂയിങ് ഇറ്റ്. നമ്മൾ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ഭാരം ഇറങ്ങി ഐ മേഡ് ദ ഡിസിഷൻ. ഓക്കെ, എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് ഓക്കെ ഇറ്റ് ജസ്റ്റ് മെയ്ഡ് മീ ടു, ഞാനന്ന് വെയിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് ചിന്തിച്ചു. ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ ശരിക്കും ഐ വാസ് വിഷ്വലൈസിങ് മൈ
myself. ആ കാര്യത്തിലേക്ക് ചെയ്യുന്നത്. ഞാൻ സമ്മറൈസ് ചെയ്തപ്പം ഐ വാസ് വിഷ്വലൈസിങ് മൈ ഇതിന്റെ ജേണി അതിൽ ഞാനിങ്ങനെ ചെയ്യണം. ഓക്കെ, എന്താണ് എൻ്റെ, സോ ഞാൻ സമ്മറൈസ് ഐഡൻറ്റിഫൈയിങ്, ഓക്കെ ഇതാണ് എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഓക്കെ എന്താണ് എന്നെ കോമ്പ് ചെയ്തത്, ഓക്കെ ഇതാണ് എനിക്ക് വേണ്ടത്. പക്ഷേ എനിക്കിതിലൊരു ഒരു ഒരു ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഐക്യം വേദന, എവിടെയാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്, അതാണ് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും ആവശ്യം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും റെസിസ്റ്റൻസ്, അതായിരിക്കാം ലിജിൻ്റെ ഒരു നോർത്ത് സ്റ്റാർ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. എനിവേ ദാറ്റ് വാസ് വണ്ടർഫുൾ. ഓക്കെ, ഒരു ഈ ചിലവർ മറ്റേ ഇങ്ങനെ മാജിക് കാണിക്കത്തില്ലേ, നമ്മൾ ഷോയുടെ ഇടയ്ക്ക് മാജിക് കാണിക്കുന്ന പറയട്ടെ, ഷാബിൻ്റെ മാജിക് ഓൺ ദ ഗോ. ഇതൊരു ഒരു വണ്ടർഫുൾ ബുക്കാണ്. കാരണം നമുക്ക് ഇത്തരം ആശയങ്ങളെ പറ്റി അറിഞ്ഞാലേ നമുക്കിതിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിതിനെ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാലല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സ്വപ്നം കാണുന്ന ജീവിതം നമുക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറയണു, നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് അതെടുക്കാം, അതിന് ലെറ്റ് ദം ഗ്രോ. അപ്പോൾ എത്രയോ ആൾക്കാർ അവരുടെ ജീവിതം മാറിയ കഥകൾ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ അവർ ജയിച്ച കഥകൾ കേട്ടിട്ടാണ് കയറിക്കൊണ്ട് എക്സാം എഴുതാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുള്ളത്, അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിനെയാണ് എല്ലാവരും ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ ഒരു സോർട്ട് ഓഫ് റെസിസ്റ്റൻസിനെ കില്ല് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. അപ്പം നിങ്ങളിത് കേട്ടിട്ട് ഇപ്പം എനിക്ക് അനുഭവപ്പെട്ട പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടെങ്കിൽ അത് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈഡ് എന്താണെന്ന് വെച്ചാൽ താഴത്ത് കമൻ്റായിട്ട് ഇടാൻ പറ്റുന്നതാണെങ്കിൽ കമൻ്റായിട്ട് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് യു മാനേജ് ടു ഓവർകം ഇറ്റ്, അത് ഞങ്ങളോട് പറയുക. ഞങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോറീസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞങ്ങൾ ലൈറ്റ്ലി അല്ല അത് എടുക്കുന്നത്. അതെ, നമ്മൾ വെരി സീരിയസ്ലി നമ്മൾ പല ആൾക്കാരും നമ്മൾ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് പറ്റാവുന്ന പോലെ ഒത്തിരി പേർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവണമെന്ന് അറിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അവരൊക്കെ കുറേ പേര് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയണു, അവർ ആ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാണ്. അപ്പോൾ പലരും എക്സാംസ് എഴുതുന്നു, പലരും ഇത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചില കമൻസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതെ അതെ അതെ, കാരണം ആ ചോദ്യങ്ങൾക്ക് ഒരു നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആൻസേഴ്സ് വരുന്നു. അവരതിനെ ആ റെസിസ്റ്റൻസ് ശരിക്കും മനുഷ്യൻ്റെ ഒരു വലിയ വിപത്ത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ എല്ലാവരുടെ റെസിസ്റ്റൻസ് മാറിയിട്ട് നമുക്ക് ആ ഒരു ഡ്രീം ലൈഫ് ജീവിക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ പറയാത്തൊരു കാര്യം കുറച്ച് നാളായിട്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ നമ്മളത് പറയാറില്ല, അതുകൊണ്ട് നമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിനെ കുറിച്ച് റിവ്യൂ ചെയ്യണം, അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ ബുക്കിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ലത് നമ്മളത് ചെയ്യാവുന്നതായിരിക്കും. അപ്പം എനിവേ താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നെപ്പോലെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക അറിയിക്കുക. എനിവേ സീ യു ഫോർ വിത്ത് ദ നെക്സ്റ്റ് ബുക്ക്. താങ്ക് യു.